ദീപികാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആരാധിച്ച സമയത്ത് ദീപികാരുണ്യത്തിൽ ഈശോയെ ഞാൻ കാണുകയുണ്ടായി. കൂടെ പരിശുദ്ധ അമ്മയും. പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്ന പാടെ അവൻ തന്ന ജപമാല ഏതാണെന്ന് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച ആ ജപമാല തന്നെയായിരുന്നു അവൻ എനിക്ക് കൊണ്ടുതന്നത്. ആ ഒരു ജപമാല തരാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിൽ വരികയും ഈ ജപമാല കൊണ്ടുതന്നിട്ട് അവൻ പോവുകയും ചെയ്തു. അപ്പോൾ ഞാനിതെൻ്റെ ഇളയ മക്കളോട് രണ്ടുപേരും പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, അമ്മ ഇത് ചേട്ടായി തന്നെയാണോ വന്നത്? അമ്മ ഉറപ്പിക്കുക, ചേട്ടായിനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നവർ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഹാനാവെള്ളം ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ പറമ്പിലോട്ട് വന്നു. കുഴക്കിണറിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ പറമ്പിൽ കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ പറമ്പ് മൊത്തം നടന്നു. അത് കഴിഞ്ഞ് ഷാജി ഇടയ്ക്ക് വന്നിട്ട് ഒരു കല്ലെടുത്ത് ആ കുഴക്കിണിട്ടിട്ട് ബ്ലുംന്നൊരു ഒച്ച കിട്ടും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ പേര് ജിജി തോമസ്, തലശ്ശേരി അതിരൂപത പൂവപ്പറമ്പ് ഇടവക അംഗം. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഷാജി. എനിക്ക് 3 മക്കളാണുള്ളത്. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വിലങ്ങാട് പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ദീപികാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആരാധിച്ച സമയത്ത് ദീപികാരുണ്യത്തിൽ ഈശോയെ ഞാൻ കാണുകയുണ്ടായി. കൂടെ പരിശുദ്ധ അമ്മയും. അപ്പോൾ അത് ഈശോയാണ് എനിക്ക് കാണപ്പെട്ടതാണെന്ന് മനസ്സിലായില്ല. ഞാൻ എൻ്റെ അടുത്തിരുന്ന സഹോദരിയോട് ഈ കാര്യം സംസാരിച്ചപ്പോഴാണ് ഈശോയുടെ ഒപ്പം പരിശുദ്ധ അമ്മയുണ്ടെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഞാൻ ദീപികാരുണ്യ ഈശോയോട് കൂടുതൽ അടുക്കുന്നത്. ഞാൻ കളക്ഷൻ ഏജൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോകുന്ന വഴിക്കൊക്കെ ജപമാലകൾ ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഇത്തിരി ജപമാലയെല്ലാം എനിക്ക് സാധിച്ചു. പിന്നെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണെങ്കിലും ലോൺ എടുക്കാതെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. മോളെ നേഴ്സിംഗ് പഠിപ്പിച്ച സമയത്തൊക്കെ അവർക്ക് സ്കൂളിൽ പൈസ കൊടുക്കേണ്ട സമയത്തൊക്കെ അമ്മയുടെ ഇടപെടൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ ചോദിക്കുന്ന ആ ടൈമിൽ തന്നെ ലോണൊന്നും ഇല്ലാതെ തന്നെ പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ സാധിച്ചു. നമ്മളോട് ആൾക്കാർ നിനക്ക് പൈസ എത്രയാണ് വേണ്ടതെന്ന് ഇങ്ങോട്ട് ചോദിച്ച് പൈസ തന്നിട്ടുണ്ട്. അതുപോലെ പിള്ളേരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ലുന്ന വഴി നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്കൊരു വീട് വെക്കാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ജപമാല ചെല്ലുന്നതുകൊണ്ടാണെന്ന് പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സ്ഥലത്ത് പെര പണിയാൻ പറ്റില്ല, ഈ പറമ്പിൽ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നാട് മൊത്തം ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കുഴലടിച്ച് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. എന്ന് വെച്ചാൽ ഞങ്ങൾ പെര പണിയാൻ ആഗ്രഹിക്കുകയും ചെയ്തു, കുഴലിവിടെ കുത്തുകയും ചെയ്തു, ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. അപ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമമായി. എന്ന് വെച്ചാൽ ഇല്ലായ്മയിൽ നിന്നാണ് കുഴൽക്കിണർ കുത്തുന്നത്, എന്നിട്ട് വെള്ളവും ഇല്ലാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം. എന്നിട്ട് ഞാനും ഷാജി എന്നെ ചെയ്തു, ഞാൻ അന്നൊരു ശനിയാഴ്ചയായിരുന്നു, ഞാൻ പിറ്റേന്ന് രാവിലെ പള്ളിയിൽ പോയി. പള്ളിയും കഴിഞ്ഞ് വന്നവിടെ ഞാൻ ഷാജിയോട് പറഞ്ഞു നമുക്ക് പറമ്പിൽ പോകാമെന്ന് പറഞ്ഞു. പറമ്പിൽ വന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഹാനാവെള്ളം ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ പറമ്പിലോട്ട് വന്നു. കുഴക്കിണറിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ പറമ്പിൽ കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ പറമ്പ് മൊത്തം നടന്നു. അത് കഴിഞ്ഞ് ഷാജി ഇടയ്ക്ക് വന്നിട്ട് ഒരു കല്ലെടുത്ത് ആ കുഴക്കിണിട്ടിട്ട് ബ്ലുംന്നൊരു ഒച്ച കിട്ടും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എത്രയും തുള്ള വിശ്വാസ പ്രമാണം പിന്നെ ഞങ്ങൾ കുറേ സമയം പറമ്പിൽ കൂടെ ഫുൾ അങ്ങേ അറ്റം വരെ പോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തിരിച്ചു വന്ന് പിന്നെയും കല്ലിട്ട് നോക്കുമ്പം വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ വെള്ളം ആകില്ലേ, അതുപോലെ വെള്ളം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ മോട്ടർ മേടിച്ചുകൊണ്ട് വെച്ചു. ഇതുവരെ ഈ പെരയ്ക്ക് വേണ്ടുന്ന വെള്ളവും ഒരു പ്രശ്നവുമില്ല. എല്ലായിടത്തും വെള്ളം പറ്റിയ സമയത്ത് ഞങ്ങൾ അരമണിക്കൂർ ഇവിടെ വാഴ വെച്ചേക്കുമായിരുന്നു. ഇതിൻ്റെ അകത്ത് നിറച്ചു പെര പണിയുന്നതിന് മുമ്പ്. അപ്പോൾ ആ വാഴയ്ക്ക് നനയ്ക്കാനുള്ള അരമണിക്കൂർ അടിക്കാനുള്ള വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. എനിക്ക് ജപമാല ഫുള്ള് തീർക്കാൻ സാധിക്കാറില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം 100 നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ അമ്മ ആ ജപം ചെല്ലും. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഓരോരുത്തർ എന്നോട് പ്രാർത്ഥന സഹായം ചോദിക്കുമ്പോൾ ഞാൻ അവരോട് നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ അമ്മ ആ ജപം ചെല്ലാൻ പറയാറുണ്ട്. അപ്പോൾ അവർ അങ്ങനെ 4 പേരുള്ള വീട്ടിലാണെങ്കിൽ ഒരു ദിവസം 400 അങ്ങനെ ഒരു മാസം ചെല്ലാൻ ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് ചെല്ലിയിട്ട് അവരുടെ മക്കൾ UK പോയി അങ്ങനെയൊക്കെ എന്നോട് അനുഭവസാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം നമ്മൾ കൂടുതൽ ചെല്ലുന്ന വഴി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം നമുക്ക് കൂടുതൽ ലഭിക്കുന്നുണ്ട്. ഒരു 6 വർഷമായിട്ട് ഞാൻ വിശുദ്ധ കുർബാന മുടക്കാറില്ല. സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിൽ തന്നെ ഞാൻ വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നു. നെല്ലിക്കുറ്റി പള്ളി ആയിരുന്നു ഇടവക. അന്നേരം ഞാൻ നെല്ലിക്കുറ്റി പള്ളിയിൽ എത്താറുണ്ടായിരുന്നു. 5:45 എത്തി പള്ളി അടിച്ചുവാരി വൃത്തിയാക്കി ദീപകാരണത്തിന് മുമ്പിൽ ഇരിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും പള്ളി വൃത്തിയാക്കാൻ എനിക്ക് പറ്റുന്ന സമയങ്ങളെല്ലാം തന്നെ ഒരു 2 വർഷമായിട്ട് സ്ഥിരം പള്ളി അടിക്കാറുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എല്ലാവരും ഇവിടെ നിന്ന് നാട്ടിൽ വല്ലാർവാടത്ത് പോയിട്ട് പള്ളി അടിക്കുന്നു. അപ്പോൾ എനിക്ക് നമ്മുടെ ഇടവക ദേവാലയം നമ്മുടെ വീട് പോലെ തന്നെ പരിശുദ്ധമാണല്ലോ, അതുകൊണ്ട് അത് അടിക്കണമെന്ന് എൻ്റെ മനസ്സിലുള്ള ചിന്ത തോന്നി. അതുകൊണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും പോയിട്ട് പള്ളി വൃത്തിയാക്കുന്നത്.
വല്ലാർപാടത്തുള്ള പരിശുദ്ധ അമ്മ തന്നെയാണ് നമ്മുടെ നെല്ലിക്കുറ്റി ദേവാലയത്തിൽ ഇരിക്കുന്നത്. ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും നമ്മൾ ഇടവക ദേവാലയം വൃത്തിയാക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ അത് ഓരോ മണിയിൽ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എനിക്കൊരു അനുഭവം തോന്നിയായിരുന്നു. മാതാവിൻ്റെ ഓരോ രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അന്ന് രാത്രി തന്നെ എൻ്റെ മൂത്ത മകന് എറണാകുളത്തായിരുന്നു. അവൻ വീട്ടിൽ വരികയും മാതാവിൻ്റെ ഒരു കൊന്ത എനിക്ക് തരികയും ചെയ്തു. ഞാനത് പക്ഷേ അന്ന് രാത്രി നോക്കിയില്ലായിരുന്നു. ഏത് കൊന്തയെ തന്നേന്ന് നോക്കിയിട്ടില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ പള്ളി ചെന്നപ്പോൾ അവൻ തന്ന കൊന്ത നോക്കാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്ന പാടെ ഞാൻ അവൻ തന്ന ജപമാല ഏതാണെന്ന് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച ആ ജപമാല തന്നെയായിരുന്നു അവൻ എനിക്ക് കൊണ്ടു തന്നത്. ആ ഒരു ജപമാല തരാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിൽ വരികയും ഈ ജപമാല കൊണ്ടു തന്നിട്ട് അവൻ പോവുകയും ചെയ്തു. അപ്പോൾ ഞാനിത് എൻ്റെ ഇളയ മക്കളോട് രണ്ടുപേരോടും പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, അമ്മ ഇത് ചേട്ടായി തന്നെയാണോ വന്നത്? അമ്മ ഉറപ്പിക്കുക, ചേട്ടായിനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നവർ പറഞ്ഞു. ഞാൻ ഡെയിലി പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദിവസവും ഓരോ ഡ്രസ്സ് ഇട്ടായിരുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൂപ്പറമ്പിലെ മരിയ ഭവൻ എന്നൊരു സ്ഥാപനം, അതായത് മാനസികമായ വൈകല്യമുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനം. അപ്പോൾ അവരെന്നോട് പഴയ വസ്ത്രം വല്ലതുണ്ടെങ്കിൽ തരുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ സംഘടിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഓരോ വസ്ത്രം ഇട്ട് പള്ളിയിൽ പോകുന്നു. അപ്പോൾ ഇവർ പഴയ വസ്ത്രം ചോദിച്ചു. ഞാൻ അന്ന് തൊട്ട് എൻ്റെ പഴയ വസ്ത്രങ്ങൾ അവർക്ക് പഴയതും പുതിയതുമായിട്ട് കുറച്ച് വസ്ത്രങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ വിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഞാൻ വെള്ള വസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ. ഞാൻ വസ്ത്രം വാങ്ങുന്നതൊക്കെ ഞാൻ കുറേ കുറച്ചു. ഇല്ല, ഞാൻ ഓണത്തിനൊരു 2 എണ്ണം, ക്രിസ്മസിന്, അങ്ങനെ എന്ത് വിശേഷ അവസരങ്ങളിലും വന്നാലും ഡ്രസ്സ് എടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ കളക്ഷന് പോകണം, മോശമായിട്ട് പോകാൻ പാടില്ല. ഒത്തിരി ഡ്രസ്സ് എടുക്കുമായിരുന്നു. ഈ ഒരു 6 വർഷമായിട്ട് ഞാൻ വസ്ത്രങ്ങൾ മാക്സിമം കുറച്ചു. എനിക്ക് എടുക്കുമ്പോൾ ഞാൻ ആ പൈസ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് സാധിക്കുന്ന സമയങ്ങളിലെല്ലാം വചനം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ സമ്പൂർണ്ണ ബൈബിളിൽ ഒരു പ്രാവശ്യം വായിച്ച് തീർത്തിരുന്നു. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഞാൻ വർഷത്തിൽ 2 തവണ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാറുണ്ട്. ഞാൻ എൻ്റെ സ്റ്റാറ്റസായിട്ട് ഇപ്പം വചനം ഇടുന്നുണ്ട്. ആ വചനം ഇടുന്നത് കൊണ്ട് ഒത്തിരി പേര് അത് കണ്ടിട്ട് ആ വചനം വായിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ചേച്ചിയാണെങ്കിൽ തന്നെ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ പേര് ഒരു ദിവസം ഞാൻ ഇട്ടില്ല, അവരെന്നെ വിളിക്കും, ചേച്ചി ഞങ്ങൾ വചനം വായിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ 100 ദിവസം കൊണ്ട് വചനം വായിക്കുന്ന ആ ഒരു ടൈം ടേബിൾ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേരെന്നെ വിളിക്കാറുണ്ട്. അവരും വചനം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ വചനം വായിക്കാത്ത കുറേ ആൾക്കാർ, സമ്പൂർണ്ണ ബൈബിൾ വായിക്കാത്ത കുറേ ആൾക്കാർ ഞാനിപ്പോൾ ഈ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് വചനം വായിക്കുന്നുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ നടുവിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ ദൈവം തൻ്റെ മതത്തിൻ്റെ സമയത്ത് നിനക്ക് ആവശ്യമുള്ള തക്ക സമയത്ത് വരുന്ന ആ വചനം ഓർത്തിട്ട് ഏതൊക്കെ പ്രശ്നത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിലും എല്ലാം കൃത്യസമയത്ത് നമുക്ക് നടന്നു കിട്ടും. പ്രശ്നങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ താഴെ ഇങ്ങനെ വന്നാലും ദൈവം 2 കൈയിൽ നമ്മളെ അത് താഴെ നിലത്ത് വീഴാതെ നമ്മളെ താങ്ങി നിർത്തുന്നുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.